ശ്രീ വസന്ത് സിറിയക് നോക്കൂ, ഒപ്പിട്ടു അവർ എന്നുള്ളത് വസ്തുത, യാഥാർത്ഥ്യം, അതാരും നിഷേധിക്കുന്നില്ല. ആ ഒപ്പിട്ടു. പക്ഷെ അവർ ഏതെങ്കിലും സ്കൂളുകൾ ഇവിടെ PM ശ്രീ നടപ്പാക്കണം, ഈ സ്കൂളിൽ നടപ്പാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ആ പട്ടിക കൊടുത്തോ? പട്ടിക കൊടുത്തിട്ടില്ല. PM ശ്രീയുടെ ഭാഗമായി 5 പൈസ കേരളത്തിന് കിട്ടിയിട്ടില്ല. അത് കേന്ദ്ര സർക്കാർ തന്നെ നിങ്ങളുടെ MP ചോദിച്ച ചോദ്യത്തിന് സമ്മതിക്കുന്നുണ്ട്. പിന്മാറാൻ കഴിയുമോ? പിന്മാറാമെന്ന് കേന്ദ്ര സർക്കാർ നിങ്ങളുടെ MP ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുന്നുണ്ട്. എന്റെ ചോദ്യം അതൊന്നുമല്ല. ഈ PM ശ്രീയുടെ പദ്ധതിയുടെ കാലാവധി എത്രയാണ്? അല്ല, അതിനുത്തരം പറയാം. അതിനു മുമ്പ് ഞങ്ങൾ അങ്ങനെ ഒരു സ്കൂളിന്റെ ലിസ്റ്റ് കൊടുത്തു ആര്യ? ഇല്ലല്ലോ. 2 പൈസ കൈപ്പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ മന്ത്രിയുടെ പൂർണ്ണമായും വായിച്ചില്ല. UDFന്റെ കൺവീനർ പറയുമ്പോൾ ഇപ്പൊ വിശ്വസിക്കില്ലാതെ എന്താ നിവൃത്തി? ഇല്ലെന്നേ. അതെ, ഞാൻ കേൾപ്പിക്കണോ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം അതിൻ്റെ അകത്ത് ക്ലാരിറ്റി ഇന്ന് വരുത്തിയിട്ടുണ്ട്. അത് മന്ത്രിസഭ അല്ല, അദ്ദേഹം തന്നെ അതിൻ്റെ അകത്ത് ക്ലാരിറ്റി വരുത്തിയില്ലേ? ഞാനല്ലല്ലോ മാറ്റി പറഞ്ഞത്. അദ്ദേഹം തന്നെ വളരെ കൃത്യമായി അതിൻ്റെ അകത്ത് ഇന്ന് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് നിലവിൽ അതാണ് മുമ്പിലുള്ള വഴി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മന്ത്രിസഭാ ഉപസമിതി അതിനുശേഷമാണ് ഈ പറയുന്ന കേന്ദ്രമന്ത്രിയുടെ അടക്കം വാദം വരുന്നത്. മന്ത്രിസഭാ ഉപസമിതി അത് പരിഗണിക്കട്ടെ എന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് നിലപാടും. ഇനി അങ്ങ് പറയുന്നത് പോലെ പൈസ കൈപ്പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഈ മന്ത്രിയുടെ കാലാവധി എത്ര വരെയാണ്? അല്ല, അടുത്ത വർഷം മെയ് വരെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഏതാനും മാസങ്ങൾ മാത്രം. നിങ്ങൾ തന്നെ ഇന്ന് അടൂർ പ്രകാശ് പറഞ്ഞ കാര്യത്തിൽ പറയുന്നുണ്ട്, ഓണാവധി കഴിഞ്ഞിട്ട് ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്ന്. ഓണാവധി കഴിഞ്ഞ പിന്നെ കഷ്ടിച്ച് ഒരു അക്കാഡമിക് ഇയർ, ആ അക്കാഡമിക് ഇയറിൽ നിങ്ങൾ ഇവിടെ നിന്ന് സ്കൂളുകൾ കണ്ടെത്തണം, ഏതൊക്കെ സ്കൂളുകളാണെന്ന്. ആ സ്കൂളുകളുടെ പട്ടിക അവിടേക്ക് കൊടുക്കണം. ആ പട്ടിക അവിടെ നിന്ന് അംഗീകരിച്ച് ഓക്കെയാണെന്ന് കേന്ദ്രം ഇങ്ങോട്ട് പറയണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ഈ ഒരു വർഷത്തിനുള്ളിൽ ഇതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ തിടുക്കം? അല്ല, അങ്ങനെ നടക്കില്ല. പിന്നെ എന്തിനാണ് ഈ കോലാഹലം? എന്തിനാണ് എന്റെ നിസാര എന്ന് ഞങ്ങൾ ആര്യ ഞങ്ങൾ പറയാത്ത പറയരുത്. ഞങ്ങൾ എവിടെ പറഞ്ഞു? ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞു PM ശ്രീ ഞാനൊരു വീഡിയോ അല്ല, ആ വീഡിയോ അല്ല, ഈ വീഡിയോ കൂടെ കാണും. പ്രിയപ്പെട്ട ബ്രിജേഷ് ആണ് ഞങ്ങൾക്കിടയിൽ പാലമായി പ്രവർത്തിച്ചെന്ന് കേന്ദ്രമന്ത്രി പറയുന്ന വീഡിയോ ഉണ്ട്. അപ്പൊ അതെല്ലാം കാണിക്കേണ്ടതായി വരും. ബ്രിട്ടാസിന് ചാടിപ്പുറപ്പെടുമ്പോൾ ഞങ്ങൾക്കിടയിലെ സിംഹാസനത്തിൽ നിന്ന് പാറ്റകൾ എടുത്തു കളഞ്ഞു. ഇവിടെ കേരളത്തിൽ ഭരണം മാറിയതിനും ഞാൻ നേരത്തെയും അത് ചൂണ്ടിക്കാണിച്ചു. കേരളത്തിൽ ഭരണം മാറിയതിനും ചില കാരണങ്ങൾ ഉണ്ടാകുമല്ലോ. ആ കാരണങ്ങൾ തന്നെ തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ നടപ്പാക്കുന്ന നിങ്ങൾ വാശി പിടിക്കുന്ന എന്തിനാണ്? ഒരു വാശിയില്ലെന്നേ. കാരണങ്ങളൊക്കെ CPM കണ്ടെത്തി പറഞ്ഞല്ലോ. കാരണഭൂതനെ പിന്നെയും താക്കോൽ സ്ഥാനം കൊടുത്ത് ഇരുത്തുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് UDFന്റെ ഒരു നേതാവോ UDFന്റെ ഒരു പ്രവർത്തകനോ ഒരു വക്താവോ PM ശ്രീയുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഇതിലൊരു ടെക്നിക്കൽ ലാഗ് ഉണ്ട്. അതായത് നിയമപരമായ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇവർ സൈൻ ചെയ്ത MOU പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം അതാണ് ഇതിൻ്റെ ബേസ്. ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. അപ്പോൾ ഇവർ സൈൻ ചെയ്ത MOU പ്രകാരം നമുക്ക് പിന്മാറാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണല്ലോ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി ഇത് അങ്ങനെയല്ല എന്ന് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞു. പിന്മാറാൻ പറ്റുമെന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ക്ലാരിറ്റി ഇല്ല. BJP പ്രതിനിധി പോലും ഇത് പറഞ്ഞു. ആ ഉത്തരത്തിൽ പോലും ഒരു ക്ലാരിറ്റി ഇല്ല. ഇനി അങ്ങനെ പറ്റുമെന്നൊരു സാധ്യതയുണ്ടെങ്കിൽ അത് പഠിക്കാനാണ് മന്ത്രിസഭാ ഉപസമിതി ഉള്ളത്. ഇപ്പോൾ നിലവിൽ PM ശ്രീയുടെ അവസ്ഥ എന്താ കേരളത്തിൽ? ഇറ്റ്സ് കെപ്റ്റ് ഇൻ അബെയൻസ്. ഇപ്പോഴും കെപ്റ്റ് ഇൻ അബെയൻസ് ആണ് സാർ. UDF ഗവൺമെന്റ് വന്നിട്ട് 3ാമത്തെ മാസമല്ലേ? ഈ 3 മാസം അത് കെപ്റ്റ് ഇൻ അബെയൻസിൽ നിന്നോട്ടെ. അത് നമ്മൾ തൊടാതിരുന്നാ പോരെ? അല്ല, അവിടെയാണ് പ്രശ്നം. ആ കെപ്റ്റ് ഇൻ അബെയൻസ് മാറ്റി അതിനെ ലൈവ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി കേരളത്തിന് ലെറ്റർ അയച്ചു. സ്വാഭാവികമായും നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കണം. ആ റിപ്ലൈ കൊടുക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ അത് വായിച്ചു പോയത്. അപ്പോൾ നിങ്ങൾ ഇടപെട്ടു. ആര്യ തന്നെയാണ് ഇടപെട്ടത്. അതായത് വാസുകി IAS പറഞ്ഞത് ഞങ്ങളിത് കെപ്റ്റ് ഇൻ അബെയൻസ് വെക്കുകയാണ്. എപ്പോൾ വരെ? മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ കേന്ദ്രം നമുക്ക് കത്തയച്ചു, നിങ്ങളുടെ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് ഇതുവരെ വന്നില്ലേ, എന്നാൽ നിങ്ങൾ വന്നല്ലോ, നിങ്ങൾ ഇത് നടപ്പിലാക്കണം, ഇത് ലൈവ് ആക്കണം എന്ന് പറഞ്ഞ് നമുക്ക് റിപ്പോർട്ട് അയച്ചു. അപ്പോൾ നമുക്കതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്, ഉത്തരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ പുതിയ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചു.
ആ ഉപസമിതി പറയുകയാണ് ഇത് നടപ്പിലാക്കേണ്ടതില്ല, ഇതിന് നിയമപരമായി യാതൊരു പ്രശ്നവുമില്ല, നമ്മൾ പിന്മാറുന്നതിൽ അല്ലെങ്കിൽ ഇത് വീണ്ടും ക്യാപ്റ്റന്റെ ബെഞ്ച് തുടരുന്നതിൽ പ്രശ്നമില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇത് നടപ്പിലാക്കില്ല. അങ്ങ് ഇത് സേവ് ചെയ്ത് വെച്ചോ, എന്നിട്ട് അങ്ങ് എന്നെ വിളിച്ചോ, നടപ്പിലാക്കില്ല. പക്ഷേ ആ ടെക്നിക്കൽ ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അങ്ങ് ഈ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റായ ഏജിമാരുടെ നിയമോപദേശം ഒന്നും എടുക്കരുത്. അല്ലാത്ത എത്രയോ പ്രഗത്ഭരായ സീനിയർ അഭിഭാഷകരുണ്ട്, അവരെ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. ഈ മന്ത്രിസഭാ ഉപസമിതി അവരുടെ എല്ലാം അഭിപ്രായം ആരായും. അത് ആരാഞ്ഞ ശേഷം ഇത് നടപ്പിലാക്കിയേ മതിയാകൂ എന്നുള്ള സാധ്യതയിലേക്കാണ് എത്തുന്നതെങ്കിൽ അതിൽ നമ്മളുടെ ഡിമാൻഡ് ഒന്നാമത്തത് കരിക്കുലം നമ്മൾ തീരുമാനിക്കും, ഈ സിലബസ് നമ്മൾ തീരുമാനിക്കും. അത് പറ്റില്ല എന്നായിരുന്നു നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ മന്ത്രി അത് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് തീരുമാനിക്കാം, കേരളത്തിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിനല്ല, അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ എന്ത് പറയുന്നു, എന്താണ് വ്യത്യാസം? അവര് പറഞ്ഞതെല്ലാം ചെയ്യാനാണോ നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്? അതിലൊരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പൊ അങ്ങ് പറയുന്ന നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, ശിവൻകുട്ടി, ശിവൻകുട്ടി അന്ന് നമ്മളോട് പറയുന്നു ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയുന്നു. അദ്ദേഹം ഒരു ഡോക്യുമെന്റ് ഹാജരാക്കുന്നില്ല. ശിവൻകുട്ടിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം കൂടെ ഇരിക്കുന്ന CPIക്ക് പോലും ഒന്നും വിശ്വാസമില്ലായിരുന്നു. പിന്നെ എങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത്? ആരിക്കോ എനിക്കോ UDFനോ സാധാരണക്കാർക്കോ വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം കൂടെ കിടക്കുന്നവന് രാപ്പന്നെ അറിയാം എന്ന് പറയുന്ന പോലെ കൂടെ ഉണ്ടായിരുന്ന CPIക്ക് അവരെ വിശ്വാസമില്ല. പിന്നെ ശിവൻകുട്ടി പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇപ്പോൾ എന്താ? ഇപ്പോ കേന്ദ്രമന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞൊരു ഉത്തരമുണ്ട്. അത് ആ ഡോക്യുമെന്റ് ചോദിക്കായിരുന്നില്ലേ? ചോദിച്ചല്ലോ, ഡീൻ കുര്യാക്കോസ് ചോദിച്ചല്ലോ. ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യം ഞാൻ അങ്ങേക്ക് ചർച്ചയ്ക്ക് മുമ്പ് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യത്തിൽ ഒരിടത്തും അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. കേന്ദ്രമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇതേ സഹമന്ത്രിയാണ് അതിനോട് ഉത്തരിച്ചത്. അദ്ദേഹം ജബി മേത്തറിന്റെ ആ ചോദ്യങ്ങൾ ചോദിച്ചു. എന്തൊരു ക്ലാരിറ്റിയാണ് ആ ചോദ്യങ്ങൾക്ക്. അതുപോലെ ക്ലാരിറ്റിയോട് കൂടി ചോദിക്കണമായിരുന്നു. അപ്പോൾ ക്ലാരിറ്റിയോട് കൂടിയുള്ള മറുപടി കിട്ടും. അല്ലല്ല, ഡീൻ കുര്യാക്കോസിന്റെ വളരെ പോയിന്റഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അങ്ങ് വായിച്ചതാണ്. ജബി മേത്തറിന്റെ ചോദ്യം, ഞങ്ങളുടെ MP മാരൊക്കെ മിടുക്കന്മാരാണെന്നേ, ഞങ്ങൾ ആദ്യം പോയി ബ്രിഡ്ജ് പണിയും തങ്ങളുടെ തലയിലിരുന്ന പാപഭാരം മുൻ പിണറായി സർക്കാരിന്, പഴയ പിണറായി സർക്കാരിന് കഴുകിക്കളയാൻ കളഞ്ഞത്. അല്ല, അവർക്ക് എങ്ങനെയാ കഴുകി കളയാൻ സാധിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ ആര്യ, പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ പൈസ വാങ്ങിയിട്ടില്ല, ഞങ്ങൾ ഒപ്പിട്ടു, പക്ഷെ ലിസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതിപ്പം നിങ്ങളുടെ MP ചോദിച്ചു, കേന്ദ്ര സർക്കാർ കേരളം മുഴുവൻ അറിഞ്ഞു. മന്ത്രി പറഞ്ഞത് മേടിച്ചു എന്നാണ് കേട്ടോ. അങ്ങനെ വായിച്ചോ? ഏതാ? അല്ല, ആര്യ P അങ്ങ് അത് വായിച്ചോ? അദ്ദേഹത്തിന്റെ ഉത്തരം വായിച്ചോ? ഈ PM ശ്രീയുടെ ഭാഗമായിട്ടാണ് പൈസ കൈപ്പറ്റിയത് 92 എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇനി അതിൻ്റെ അകത്ത് അവകാശ ലംഘനത്തിന് വേണം റിപ്പോർട്ട് കൊടുക്കാം, നോട്ടീസ് കൊടുക്കാം. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാർ 23 അതിൻ്റെ മലയാള പരിഭാഷയാണ് കേട്ടോ, 23/10/2025 PM ശ്രീയിൽ ഒപ്പിട്ടു. കുട്ടികളുടെ വിശാല വിദ്യാഭ്യാസ ആവശ്യാർത്ഥം 99.27 കോടി രൂപ അനുവദിച്ചു. അത് PM ശ്രീയുടെ ഭാഗമായിട്ടാണെന്നാണ് കേന്ദ്രമന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് keeping in the view larger perspectives as well, the educational needs of state children 99.27 crore has been released as a central share of